നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി ബി.ജെ.പി. നേതാക്കളോട് പ്രധാന മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശം. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ കളത്തിലിറക്കാൻ ആലോചിക്കുന്നു. അക്കൗണ്ട് തുറക്കുന്നതിലും അപ്പുറം മികച്ച മുന്നേറ്റമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ലക്ഷ്യം. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് മണ്ഡലങ്ങൾ തിരിച്ചാണ് പ്രവർത്തനം. രാജ്യത്ത് ബി.ജെ.പി വൻ മുന്നേറ്റമുണ്ടാക്കുമ്പോഴും LDF, UDF മുന്നണികളിൽ വേരാടുന്ന കേരളത്തിലെ മണ്ണാണ് ബി.ജെ.പി പ്രതീക്ഷകൾക്ക് എന്നും തടസ്സമാകാറ്. ഒരിക്കലും ചേർന്നു പോകാത്ത കേരളത്തിലെ ഗ്രൂപ്പിസവും ബി.ജെ.പി പ്രതീക്ഷകളെ തച്ചുടക്കാറാണ്. ഇവിടെ നിന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ നേതൃത്വം വെല്ലുവിളികളെ അതിജീവിക്കേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ബി.ജെ.പി. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗം പ്രധാന മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കാൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി ഒ രാജഗോപാലിലൂടെ അക്കൗണ്ട് തുറന്നിട്ടും പൂട്ടിപ്പോയ നേമത്താകും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിലവിലെ MLA വി ശിവൻകുട്ടി ഒരിക്കൽ കൂടി അംഗത്തിനിറങ്ങിയാൽ മറ്റൊരു മണ്ഡലം രാജീവ് ചന്ദ്രശേഖർ ആലോചിക്കും. മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂർ മണ്ഡലത്തിൽ സജീവമാകും. വി മുരളീധരൻ കഴിഞ്ഞ തവണ മത്സരിച്ച കഴക്കൂട്ടത്ത് തന്നെ സ്ഥാനാർത്ഥിയായേക്കും. ഗോവ ഗവർണർ സ്ഥാനമൊഴിഞ്ഞ PS ശ്രീധരൻപിള്ളയെ സജി ചെറിയാന്റെ തട്ടകമായ ചെങ്ങന്നൂരിൽ പോരിനിറക്കാനാണ് നിർദ്ദേശം. പുതുക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനും കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും സജീവമാകും. പൂഞ്ഞാറിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ PC ജോർജിന് BJP നിർദ്ദേശം നൽകി കഴിഞ്ഞു. പാലായിലാണ് ഷോൺ ജോർജിന് നറുക്ക്. കോഴിക്കോട് നോർത്തിൽ MT രമേശും കണ്ണൂരിൽ മുതിർന്ന നേതാവ് CK പത്മനാഭനും മത്സരത്തിനെത്തിയേക്കും. തിരുവനന്തപുരത്ത് VV രാജേഷ്, തിരുവല്ലയിൽ അനൂപ് ആന്റണി എന്നിവരെയാണ് നിലവിൽ പരിഗണിക്കുന്നത്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ മത്സരത്തിനിറങ്ങിയാൽ പത്മജ വേണുഗോപാലിനെ BJP സ്ഥാനാർത്ഥിയാക്കാനും ആലോചിക്കുന്നുണ്ട്. എന്നാൽ സഹോദരനെതിരെ മത്സരിക്കാൻ ഇല്ലെന്നാണ് പത്മജയുടെ നിലപാട്. ജിൻവായാന്തോട്, മീഡിയ 1, തിരുവനന്തപുരം.